വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമുക്കൊരു പുതിയൊരു ക്രാഫ്റ്റ് ചെയ്താലോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പേപ്പേഴ്സാണ്. സോ നമുക്കത് പെറ്റൽസൊക്കെ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഗ്രീൻ ടേപ്പ് വേണം നമുക്കതിൽ റോൾ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ചെറിയ നൂൽക്കമ്പികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഗോൾഡ് സിൽവറോ ഏത് കളറുകൾ നിങ്ങൾ ചൂസ് ചെയ്യാം, ഏതാണെന്ന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഫെവിക്കോൾ വേണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ചെമ്പരത്തിയുടെ ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ട കമ്പി നമ്മൾക്ക് ആവശ്യത്തിനുള്ള അളവിൽ മുറിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പെറ്റൽസും അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് വരുന്ന ചെറിയൊരു പൂങ്കുല പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള ആവശ്യമുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാനൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുവാണ് യെല്ലോ കളറിൻ്റെ. അപ്പോൾ നമുക്കതിൻ്റെ അറ്റത്ത് പൂമ്പൊടി പോലെ വരുന്ന ആ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു സ്ട്രിപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡ്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാർഷ്യലി മാത്രം കട്ട് ചെയ്താൽ മതി. അതൊന്ന് നമുക്ക് കമ്പിയിലിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആ കമ്പിയുടെ അറ്റം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ സ്ട്രിപ്സ് അതിനെ ഫുൾ ചുറ്റിയെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്ത് ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിക്സ് ചെയ്ത സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ചെറിയൊരു റെഡ് കളർ സ്ട്രിപ്പ് വെച്ചിട്ടൊന്നും കുറച്ച് നീളത്തിലൊരു 5 സെൻറ്റിമീറ്ററിലോട്ട് നമുക്ക് ഇതിലൊന്ന് ചുറ്റി കൊടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള പൂമ്പൊടിയുടെ പോർഷൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രേപ്പ് പേപ്പറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ പേപ്പർ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. കാരണം നമ്മൾ പെറ്റൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവർ മേക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളത് അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെറ്റൽസിൻ്റെ സൈസ് കൂടും. സോ ആദ്യമേ തന്നെ അതൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെറ്റൽസിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതാകുമ്പം ഒറ്റ കട്ടിൽ നമുക്ക് രണ്ട് സൈഡും സെയിം രീതിയിൽ കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ ഫ്ലവേഴ്സിന് ആവശ്യമായിട്ടുള്ള പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പെറ്റൽസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തെ ആ ഒരു പോർഷൻ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് കെട്ടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൂമ്പൊടിയുടെ ആ സ്ട്രിങ്ങിലേക്ക് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നൂല് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുന്നതായിരിക്കും നമുക്ക് ഈസി ആയിട്ടുള്ള പ്രോസസ്സ്. സോ ഞാൻ എല്ലാ പെറ്റൽസും കൂടെ അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രീൻ ടേപ്പ് വെച്ച് തന്നെ താഴോട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ചെറിയ ആ ഒരു തണ്ടിൻ്റെ പോർഷനും കൂടെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ലാസ്റ്റ് നമ്മൾ ആ ഒരു പെറ്റൽസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ആ ഒന്ന് ഷേപ്പിലാക്കി എടുക്കണം. അതുപോലെ തന്നെ ഞാനൊരു യെല്ലോ ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. റെഡും യെല്ലോയും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ലീവ്സും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സെയിം ക്രേപ്പ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള ഇലകളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മളത് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് ബെൻഡ് ചെയ്തൊക്കെ വെക്കാനായിട്ട് നമ്മൾ സെയിം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത ഈ ഒരു കമ്പി നമ്മളതൊരു ഹൂപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തു. അത് എന്നിട്ട് നമ്മൾ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അത് സെൻറ്റർ പോർഷനിൽ. എന്നിട്ട് സെയിം ആ ഒരു ഷേപ്പുള്ള ഇല വെച്ച് തന്നെ അതിന് മേലെ കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ലീഫ് കിട്ടുന്നതാണ്. അതുപോലെ നമുക്കത് ബെൻഡ് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. ഈ ഫ്ലവർ ബോട്ടിലിൻ്റെ മേക്കിംഗ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഫ്ലവർ വേസിൽ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ വളരെ ഭംഗി തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പം വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.